പറഞ്ഞ അകത്തുണ്ടായ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയും നാദർക്കെതിരെയും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലല്ലോ. അപ്പോൾ ഒരു നായകനാകുമ്പോൾ മാത്രമല്ല, ക്യാരക്ടറോട് ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇരിക്കാം ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോട് എല്ലാവരോടൊപ്പം. ഒന്നിനല്ല നിങ്ങൾ എല്ലാവരോടൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി. സോറി. ഓക്കെ, ഓക്കെ, നിങ്ങളോട് എല്ലാവരോടെയും കൂടെ ഒരു സെൽഫി. ഓക്കെ, ഒഴിഞ്ഞായിരിക്കാം. ഒരു കാര്യം ഞാൻ പറയാം. സോ ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ബാബുവിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാർ പലതും പറയട്ടെ, എന്തുകൊണ്ടെങ്കിലും പറയട്ടെ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. റോക്കി, അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു ഈ നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഞാനതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും ബാധിക്കത്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദിരയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു വാക്ക് ഞാൻ അത് പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ നാദിരയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദിര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നാദിര പറഞ്ഞു കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം. സോ അത് ഭയങ്കര സക്സസ് ആവും. ഞാൻ നായകനാവാം, ഹീറോ ആവാൻ, നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റാണ്. ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. സോ ഞാൻ എൻ്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പോസിറ്റീവായിട്ട് കാണുന്നു. ഈ നാദിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല ബ്രോ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയുന്നു എന്തും പറയട്ടെ.